നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് വെറ്ററൻ താരം ലൂക്ക മോഡ്രിച്ചിന്റെ കോൺട്രാക്ട് പുതുക്കിയിരിക്കുന്നു. 2025 വരെ 2025 ജൂൺ 30 വരെയാണ് പുതിയ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. എന്നാലും ടോണി ക്രൂസ് പടിയിറങ്ങി, എന്നാൽ ലൂക്ക മോഡ്രിച്ച് അവിടെ തുടരുക തന്നെയാണ്. അടുത്ത സീസണിലേക്കുള്ള റയലിന്റെ ക്യാപ്റ്റൻ ലൂക്ക മോഡ്രിച്ച് ആയിരിക്കും എന്നതും വ്യക്തമായി കഴിഞ്ഞു. റയൽ മാഡ്രിഡ് ഇപ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇക്കാര്യത്തിലൊക്കെ അറിയിച്ചു കഴിഞ്ഞു. അതിലവർ പറയുന്നുണ്ട്, നമ്മുടെ ക്യാപ്റ്റൻ ലൂക്ക മോഡ്രിച്ചിന്റെ കോൺട്രാക്ട് 2025 ജൂൺ 30 വരെ പുതുക്കിയിരിക്കുന്നു. മോഡ്രിച്ച് 2012 റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുന്നത്. അദ്ദേഹം മികച്ച പ്രകടനം ടീമിനായിട്ട് നടത്തി. 26 കിരീടങ്ങൾ റയൽ മാഡ്രിഡിനൊപ്പം നേടുകയുണ്ടായി. 6 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 5 ക്ലബ്ബ് വേൾഡ് കപ്പുകൾ, 4 യൂറോപ്യൻ സൂപ്പർ കപ്പുകൾ, 4 ലീഗ് കിരീടങ്ങൾ, 2 കോപ്പ ഡെൽ റേ കിരീടങ്ങൾ, 5 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടങ്ങൾ. ഇങ്ങനെ സുപ്രധാനമായ കിരീടങ്ങളിലൊക്കെ അദ്ദേഹം ടീമിനോടൊപ്പം നേടുകയുണ്ടായി. അതോടൊപ്പം ഒരു കാര്യം കൂടി റയൽ മാഡ്രിഡ് സ്റ്റേറ്റ്മെന്റിൽ എടുത്തു പറയുന്നുണ്ട്. മോഡ്രിച്ച് ഈസ് വൺ ഓഫ് ഓൺലി 5 പ്ലേയേഴ്സ് ടു ഹാവ് വൺ 6 യൂറോപ്യൻ കപ്സ് ആൻഡ് ഹാസ് ദി മോസ്റ്റ് ടൈറ്റിൽസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് അവർ ക്ലബ്ബ്. തീർച്ചയായിട്ടും റയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. ബാലൻ ഡ്യൂർ നേടിയിട്ടുണ്ട്. ഫിഫ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. യുവേഫ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ലെജൻഡ് തന്നെയാണ് ലൂക്ക മോഡ്രിച്ച്. അദ്ദേഹം റയൽ മാഡ്രിഡിൽ ഒരു സീസണിലേക്ക് കൂടി തുടരും. അവരുടെ നായകനായിട്ട് കളിക്കളത്തിൽ കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.